ഹലോ ഗായ്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഞങ്ങൾ ഇന്ന് ഹോസ്പിറ്റലിൽ പോവേണ്ട. അപ്പോൾ ഇന്നെന്ന് പറയുമ്പോൾ ഞാൻ കുറേ ദിവസമായിട്ട് പോയിട്ട് കുറേ ദിവസം മുന്നേ പോയതാണ്. ഒരു 2 ആഴ്ചയൊക്കെ ആയിട്ടുണ്ടാവും. പിന്നെ ചെവി വേദനയും പല്ലുവേദന ഒക്കെ ആയിട്ട് കാണിക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ആണ്. അപ്പോൾ കുറേ ദിവസമായി ഇടണമെന്ന് ഇങ്ങനെ വിചാരിക്കുന്നു. നെറ്റിൻ്റെ കുറച്ച് പ്രശ്നങ്ങളും ഉണ്ട്. പിന്നെ എന്താ പറയുക, ഈ പറഞ്ഞ പോലെ ചെവി വേദനയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇരിക്കുക. അപ്പോൾ അത് കാരണമാണ് ഇടാനൊക്കെ ലേറ്റായത്. അപ്പോൾ അത് എന്തായാലും ഞങ്ങൾ പോവുകയാണ് കേട്ടോ. സുന്ദരനായ ശരി, നീ നടക്ക് ചാപ്പി, നടക്ക്, ചിരിപ്പൊക്കെ ഇട്ടിട്ട് നടക്ക്. ഇങ്ങനെ ഇറങ്ങാം. അപ്പോൾ ഞങ്ങൾ എളുപ്പവഴി നോക്കിയിട്ടാണ് കേട്ടോ പോകണം. ഇങ്ങനെ ഇറങ്ങിയാൽ റോഡ് എത്തും, പിന്നെ വളഞ്ഞിട്ടൊക്കെ പോകണം കേട്ടോ. അപ്പോൾ കുറച്ച് നടക്കാനുണ്ടാവും. അപ്പം അത് കാരണം എളുപ്പവഴി നോക്കിയിട്ട് പോകാൻ നോക്കുമ്പോൾ അവിടെ നല്ല കാടും ഇതൊക്കെയാണ്. എന്നാലും അങ്ങനെ തന്നെ പോയി, കുഴപ്പമില്ല എന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ ഞങ്ങളിത് ബസ്സിലൊക്കെ കയറിയിട്ടുണ്ട്. പിന്നെ അവിടെ പോയാലെന്നുണ്ടെങ്കിൽ അന്നത്തെ ദിവസം പോവും. ഒരു എന്താ പറയുക, നല്ല തിരക്കുമായിരിക്കും. പിന്നെ 2 ഇതും കാണിക്കുകയും വേണം. പിന്നെ ഉമ്മാനെയും കാണിക്കണം. ഉമ്മാക്കാന്നുണ്ടെങ്കിൽ കുറേ നെഞ്ചുവേദന ഒക്കെ തുടങ്ങിയിട്ട്. അപ്പോൾ ഉമ്മാനെയും കാണിക്കണം. അപ്പോൾ അതേ നല്ല തിരക്കുണ്ടായിരുന്നു. ടോക്കൺ എടുക്കുന്നതോട് തന്നെ നല്ല തിരക്കുണ്ടായിരുന്നു. അപ്പോൾ ഉമ്മാനത് പ്രഷറൊക്കെ ചെക്ക് ചെയ്യുന്നുണ്ട്. എന്നിട്ട് ഉമ്മാക്ക് എന്താ പറയുക, ECG എടുക്കാനുണ്ടായിരുന്നു. അതൊക്കെ നോക്കി. ECG ഒന്നും കുഴപ്പമില്ല, ആദ്യം ഉമ്മാക്ക് നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ടാണ്. പിന്നെ ഉമ്മാക്ക് വേറെ ടെസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്, പുറത്തൊക്കെ എഴുതി തന്നിട്ടൊക്കെ ഉണ്ട് ടെസ്റ്റൊക്കെ. അപ്പോൾ ഇത് ഞാൻ പിന്നെ ഹോസ്പിറ്റലിൽ ഞാൻ ഡോക്ടറെ കാണിക്കാൻ വേണ്ടി നിൽക്കേണ്ട. അപ്പോൾ ചെവി ഒരട്ടം കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പം കാണിച്ചിട്ട് പിന്നെ അവർ എന്താ പറയുക, മരുന്ന് തന്നിട്ടുണ്ടായിരുന്നു. എത്രാണ്ട് ദിവസം ഒഴിക്കാൻ വേണ്ടിയിട്ട്, ഒരാഴ്ച ഒഴിക്കാൻ വേണ്ടിയിട്ട് മരുന്ന് തന്നിട്ടുണ്ടായിരുന്നു. എന്നിട്ട് പിന്നെയും ചെല്ലാൻ പറഞ്ഞതാണ് കേട്ടോ. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് വേണം ഇനി പല്ല് ഡോക്ടറെ കാണിക്കാൻ. പല്ലാന്നുണ്ടെങ്കിലും പല്ലുവേദനയും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെയും കാണിക്കണം. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഹോസ്പിറ്റലിലത്തൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങളിവിടെ ഫെജിയിലേക്കൊന്ന് പോയിട്ടാണ്. അപ്പോൾ ഞാൻ ഹെയർ ബാൻഡ് ഉണ്ടാക്കാനൊന്ന് ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ മെറ്റീരിയൽസ് മേടിക്കാൻ വേണ്ടിയിട്ടാണ് പോയത്. അപ്പോൾ നോക്കുമ്പോൾ ഇവിടെ അങ്ങനത്തെ വലിയ മെറ്റീരിയൽസ് ഒന്നും ഇല്ല. പിന്നെ അവിടെ വേറൊരു കട ഉണ്ടെന്ന് പറഞ്ഞ്, അപ്പോൾ അവരെന്നെ പറഞ്ഞു തന്നെ കേട്ടോ. അപ്പോൾ ആ കടയിലേക്കൊന്ന് പോകാമെന്ന് വിചാരിച്ച്. ഇത് ഇപ്പോൾ ഫെജിയുടെ ഉൾഭാഗമുണ്ട്. ഫെജിയിൽ ഒരുപാട് കളക്ഷൻസും സാധനങ്ങളൊക്കെ ഉണ്ട്. വേറെ കുറേ ഐറ്റംസുകളാണ്. ഇതേപോലത്തെ മെറ്റീരിയലും സാധനങ്ങളൊക്കെ തന്നെയാണ്. പക്ഷേ ഹെയർ ബാൻഡിൻ്റെ മെറ്റീരിയൽസ് ഇല്ല അവിടെ. ഉള്ളത് ഫുള്ളായിട്ടില്ല, അങ്ങനെ പറയാം. അപ്പോൾ വേറൊരു കടയിൽ പോയപ്പോൾ അവിടെ ഇതുപോലെ ഫുള്ളായിട്ടൊന്നും ഇല്ല. എന്നാലും ബിഗിനേഴ്സിനൊക്കെ പറ്റിയ സാധനങ്ങളൊക്കെ ഉണ്ട് അവിടെ. അപ്പോൾ ഞങ്ങൾ പിന്നെ അങ്ങോട്ടാണ് കേട്ടോ പോയത്. അവിടെ വർഗീസ് ഏട്ടൻ്റെ കടയിൽ. അപ്പോൾ അവിടെ പോയപ്പോഴും ആൾക്കാർ ഇതൊക്കെ മേടിക്കാൻ വന്നിട്ടുണ്ട്. മാല ഉണ്ടാക്കാൻ വേണ്ടിയിട്ടും അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ആ സാധനങ്ങളൊക്കെ മേടിച്ച്. പിന്നെ ഈ ഹെയർ ബാൻഡ് എടുത്തില്ല, അങ്ങനെ നോക്കിയതാണ് ഞാൻ. അപ്പോൾ അതൊക്കെ മേടിച്ച്. പിന്നെ പേൾസ് എടുക്കാനുണ്ടായിരുന്നു, അത് മേടിച്ച്. പിന്നെ ഈ ഷീറ്റ് 3 എണ്ണം എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. വൈറ്റ് പിന്നെ വീട്ടിലുണ്ട്. പിന്നെ ഈ മേലെ കാണുന്ന 3 കളറാണ് എടുത്തത്. അപ്പോൾ എന്തായാലും ആദ്യം ഒന്ന് ഉണ്ടാക്കി നോക്കാം, എന്നിട്ട് പിന്നെ സെയിൽ ചെയ്യാമെന്നൊക്കെ വിചാരിച്ചിട്ട് ഒരു പ്ലാനിങ് ആയിട്ട് ഇരിക്കുന്നുണ്ട്. ഒന്നും ആയിട്ടൊന്നുമില്ല. അപ്പോൾ കുറച്ച് പേളും കാര്യങ്ങളൊക്കെ അതൊക്കെ ഒന്ന് വീഡിയോ എടുത്തതാണ്. ഇവിടെ ഉള്ള ഐറ്റംസുകളൊക്കെ ഒന്ന് വീഡിയോ എടുത്താണ് ഞാൻ. അപ്പോൾ കുറേ സാധനങ്ങളുണ്ട് കേട്ടോ, മാല ഉണ്ടാക്കാൻ പറ്റിയതും പിന്നെ ഹെയർ ബാൻഡ് മണിയായിട്ടുള്ളത് ഉണ്ടാക്കാൻ പറ്റിയതും. എനിക്ക് തുടക്കമായ കാരണം എനിക്ക് എന്താ എടുക്കേണ്ടതെന്ന് അറിയില്ല സത്യം പറഞ്ഞാൽ. അപ്പോൾ എന്തൊക്കെയോ കാട്ടിക്കൂട്ടി ഒപ്പിച്ചിട്ടൊക്കെ ഉണ്ട്. അപ്പോൾ എന്തായാലും അതൊക്കെ മേടിച്ചിട്ട് ഞങ്ങൾ വീട്ടിലേക്ക് പോയിട്ടാണ്. വീട്ടിലാണെങ്കിലും താത്തയും അളിയനും ഉണ്ണികളൊന്നും ഇല്ല കേട്ടോ. ഉണ്ണികൾ സ്കൂളിലും പോയി. താത്തയും അളിയനും വന്നിട്ടുണ്ടെങ്കിൽ താത്താനെ ഹോസ്പിറ്റലിൽ കാണിക്കാനും വേണ്ടിയിട്ട് പോയിട്ടുണ്ട്. അപ്പോൾ അവരെന്തായാലും പിന്നെ പുറത്തുനിന്ന് ഫുഡൊക്കെ കഴിച്ചിട്ട് വരുള്ളൂ. ഞങ്ങൾ കാലത്ത് പോന്നിട്ട് ഇപ്പോൾ ഉച്ചയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്, 2 മണിയൊക്കെ ആയിട്ടുണ്ട്. എന്നിട്ടാണ് പിന്നെ വീട്ടിലേക്ക് എത്തിയത്. അപ്പോൾ ഇവിടുത്തെ കുറച്ച് സാധനങ്ങളൊക്കെ എടുത്ത് ബില്ലിടലൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ പിന്നെ നേരെ വീട്ടിലേക്കാണ് പോണത്. അപ്പോൾ വീട്ടിൽ പോയപ്പോഴാണെന്നുണ്ടെങ്കിൽ പോണ ടൈമിലാണെന്നുണ്ടെങ്കിൽ അവിടെ ശക്തനിൽ പണി നടന്നുകൊണ്ടിരിക്കുക, റോഡ് പണി നടന്നുകൊണ്ടിരിക്കുക. അവിടെ കുറേ വണ്ടി കൂട്ടി ഇട്ട് കൊടുത്ത് ചെന്ന് നോക്കുമ്പോൾ അവർ പറഞ്ഞ് അപ്പുറത്താണ്. അപ്പോൾ അപ്പുറത്ത് ചെന്ന് നിന്ന്
അപ്പോൾ അത് കാരണം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കുറച്ച് നടന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ടാണ് പിന്നെ വീട്ടിലേക്ക് എത്തിയത്. അപ്പോൾ അത് ഞങ്ങൾ സ്റ്റാൻഡിലൊക്കെ എത്തി. പിന്നെ ഒരേ ചായ കുടിച്ച് ഇച്ചുമോൻക്കും വിശക്കണമല്ല, പാവല്ലേ, കാലത്ത് വന്നത്, കാലത്തൊന്നും കഴിച്ചിട്ടില്ല. അപ്പോൾ എന്തെങ്കിലും മേടിച്ചു കൊടുക്കാൻ ചോദിച്ചു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ വീട്ടിലേക്ക് പോവേണ്ട. അപ്പോൾ ഇന്നത്തെ വിശേഷം എത്ര ഉള്ളൂ. ബായ്.